BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോക്ക്, കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഷക്കീന കോംപ്ലക്സ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് കൗൺസിലും യാത്രയയപ്പും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം പൂയംകുട്ടിക്ക് സമീപം പൂപ്പാറയിൽ കാട്ടാന കിണറ്റിൽ വീണു. കാട്ടാനയെ കരയ്ക്കെത്തിച്ച് വനത്തിലേക്ക് തുറന്നുവിടുമെന്ന വനം വകുപ്പ് അധികൃതരുടെ നിലപാടിനെതിരെ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ബ്രിട്ടീഷ് നിർമ്മിത വണ്ടിപ്പെരിയാർ പഴയ പാലത്തിന്റെ ഫില്ലർ നശിക്കുമോ എന്ന ആശങ്ക. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗം ഇല്ലാത്തത് രോഗികളുടെ ജീവന് ഭീഷണിയാകും. വാർത്തകൾ വിശദമായി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് കൗൺസിലും യാത്രയയപ്പും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടന്നു. ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് S. ജയേഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് കൗൺസിലും യാത്രയയപ്പും പ്രതിഭകളെ ആദരിക്കലും ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ അഭിമാനമാണ് നമ്മുടെ ഈ ജില്ലയിൽ നിന്നൊരു വിദ്യാർത്ഥിനി 1500 മാർക്ക് മേടിക്കുന്നത്. കൂടാതെ വിചാരിക്കുന്ന മറ്റ് 2 വിളികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മുന്നോട്ടുള്ള ഏത് കോഴ്സിനാവുന്നത്? BCom 10th+1 സയൻസ് ആണ്, കോമേഴ്സ്, 2 കോമേഴ്സ് ആണ്.
കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് എസ് ജയേഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MLA റോയ് കെ പൗലോസ് യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി UM ഷാജി, KCEF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടോം തോമസ്, താലൂക്ക് വൈസ് പ്രസിഡന്റ് മുനീർ മുഹമ്മദ്, ജില്ലാ ട്രഷറർ അനൂപ് KL, വനിതാ ഫോറം ചെയർപേഴ്സൺ ദീപ ഷെർലി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാഗ്ലിൻ ജോസ്, ജോർജ് തോമസ് എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി ലൂക്കോ സ്റ്റീഫൻ സ്വാഗതവും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. താലൂക്ക് ട്രഷറർ ബിബിൻ ക്ലമന്റ് നന്ദിയും രേഖപ്പെടുത്തി. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയ മെഹറിൻ ഫാത്തിമ, എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ദേവനന്ദ ജയേഷ്, ദൃശ്യ സെബാസ്റ്റ്യൻ എന്നിവർക്കും SLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അലൈന രാജു, നേഹ ജോബി എന്നിവർക്കുള്ള ട്രോഫിയും ദീർഘനാളത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച വെള്ളിയാമറ്റം സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറി ജോജി സെബാസ്റ്റ്യനും പുതുപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരി വിജയകുമാരി AJ എന്നിവർക്കുള്ള യാത്രയയപ്പും നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക കർഷകർക്ക് വിപണന സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും ഞാറ്റുവേല ചന്ത സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകരിൽ നിന്നും നേരിട്ട് ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുമായാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. ചന്തയിൽ വിവിധതരം പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, ജൈവവളങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഒരുക്കിയിരുന്നു. കർഷകർക്കും പൊതുജനങ്ങൾക്കും കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും പരിചയപ്പെടുത്തുന്നതിനും പരിപാടി അവസരമൊരുക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഞാറ്റുവേല ചന്ത കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക കർഷകർക്ക് വിപണന സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും സഹായകരമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന ചടങ്ങിൽ കൃഷി ഓഫീസർ സിമോണി ജോസ് സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ജോജി, മഞ്ജു പരമേശ്വരൻ, അമ്പിളി സുമേഷ്, കാർഷിക വികസന സമിതി അംഗങ്ങളായ ജോസ് കീരിക്കാട്ട്, അബ്രഹാം അടപ്പൂർ, നൈന TM ജോർജ് എന്നിവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം പൂയംകുട്ടിക്ക് സമീപം കൂവപ്പാറയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂവപ്പാറ സ്വദേശി കട്ടായത്ത് അലിയാരുടെ വീടിന് സമീപത്തെ ആഴമുള്ള കിണറ്റിലാണ് ഇന്ന് പുലർച്ചെയോടെ ആന വീണത്. കാട്ടാനയെ കരക്കെത്തിച്ച് വനത്തിലേക്ക് തുറന്നുവിടുമെന്ന വനം വകുപ്പ് അധികൃതരുടെ നിലപാടിനെതിരെ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. രാത്രി കാടിറങ്ങിയ ആനക്കൂട്ടത്തിലുണ്ടായിരുന്ന കൊമ്പനാണ് അപകടത്തിൽപ്പെട്ടത്. ആഴമുള്ള കിണറ്റിലേക്കുള്ള വീഴ്ചയിൽ ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആനയുടെ തുമ്പിക്കൈയുടെ അറ്റം മുറിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. ഇതോടൊപ്പം ശരീരത്തിൽ മറ്റു പരിക്കുകളുമുണ്ട്. കുട്ടമ്പുഴ റേഞ്ചിലെ വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും നാട്ടുകാർ ഇത് തടഞ്ഞു. അപ്പൊ തന്നെ വന്ന് അത് തടയും. വണ്ടി കയറാൻ സമ്മതിക്കില്ല. ഈ സ്ലാബ് ഉള്ളതുകൊണ്ടാണ് ഈ ആനകളോട് വരുന്നത്. അതറിയാം, നമുക്കത് നോക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും കയറ്റി വിടാതെ നമുക്ക് ഇതിന് നിന്നിറങ്ങിയ സാധനത്തിന് ഒരുപാട് 2-3 മണിക്കൂറായി. ഇവിടെ എന്തുകൊണ്ട് കയറ്റാൻ പാടില്ല? ആന ഇവിടെ കോട്ടപ്പടി എങ്ങനെ കയറ്റിക്കൊണ്ടായി? ഞാൻ പറയാം. ഈ മാനുവൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ, സംസ്ഥാന ലെവൽ. അപ്പോൾ എല്ലാ വകുപ്പുകൾക്കും അതിൻ്റെ റോളുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, പഞ്ചായത്തിന്റെ റോളുണ്ട്. പോലീസ്, റവന്യൂ അടക്കമുള്ള എല്ലാ വകുപ്പുകൾക്കും അവരുടേതായ ഇതൊന്ന് ചുമതലകളുണ്ട്. അപ്പോൾ അത് എല്ലാവരും നിർവഹിക്കണം. ഇത് നമുക്ക് ബിക്കോസ് നമുക്ക് കയറ്റിവിടാതിരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല നമുക്ക്. അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് വേറെ ഇതൊന്നുമില്ല. കയറ്റി വിട്ടിട്ട് നമുക്ക് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണോ, ഫെൻസ് ആണോ വേണ്ടത്, ഇല്ല ഒന്ന് കിടങ്ങാണോ വേണ്ടത്, വേറെ എന്താണോ വേണ്ടത്, അത് നോക്കാം. കഴിയില്ല. ഞങ്ങൾക്കും ഇവിടെ വെച്ച് മയക്കടി വെക്കാൻ ഒരു ദിവസം
കാട്ടാനയെ കരക്കെത്തിച്ച് വനത്തിലേക്ക് തുറന്നു വിടുമെന്ന വനംവകുപ്പ് അധികൃതരുടെ നിലപാടിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത്. ഈ പ്രദേശത്തെ സ്ഥിരം ശല്യക്കാരനായ ഈ കുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിച്ച് അടിയന്തര ചികിത്സ നൽകിയ ശേഷം റേഡിയോ ട്രാക്കിംഗ് കോളർ ഘടിപ്പിച്ച ശേഷം മാത്രമേ ഉൾവനത്തിലേക്ക് മാറ്റാവൂ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്ഥിരമായി കാട്ടാന ശല്യമുള്ള ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ബ്രിട്ടീഷ് നിർമ്മിത വണ്ടിപ്പെരിയാർ പഴയ പാലത്തിന്റെ പില്ലർ നശിക്കുമോ എന്ന ആശങ്ക. കുടിവെള്ള വിതരണത്തിനായി പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനിൽ നിന്നും പാഴാവുന്ന കുടിവെള്ളം ഒഴുകി കരിങ്കൽ നിർമ്മിത പില്ലറിലേക്ക് പതിക്കുന്നതാണ് ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നത്. പീരുമേടിന്റെ ചരിത്രമുറുകുന്ന ബ്രിട്ടീഷ് നിർമ്മിത ചരിത്രപ്രസിദ്ധ വണ്ടിപ്പെരിയാർ പഴയ പാലത്തിന്റെ കരിങ്കൽ നിർമ്മിത ഫില്ലറാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം നാശത്തിലാവുമോ എന്ന ആശങ്ക ഉയർത്തുന്നത്. കുടിവെള്ള വിതരണത്തിനായി പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ നിന്നും പാഴാവുന്ന ജലം പാലത്തിൽ പതിച്ചിരിക്കുന്ന കൽക്കെട്ടിന്റെ വിടവിലൂടെ ഒഴുകിയിറങ്ങി കരിങ്കൽ നിർമ്മിത ഫില്ലറിൽ പതിക്കുന്നതാണ് ഫില്ലർ നാശത്തിലാവുമോ എന്ന ആശങ്ക പരത്തുന്നത്. പാലത്തിന്റെ കരിങ്കൽ ഫില്ലറുകളുടെ നിർമ്മാണം സുർക്കി നിർമ്മിതമാണ്. കൂടാതെ പാലത്തിന്റെ ഫില്ലറിൽ വളർന്നിരിക്കുന്ന വള്ളി ഇനത്തിലുള്ള മരത്തിന്റെ വേരുകൾ ഈ കരിങ്കൽ ഫില്ലറുകൾക്ക് വിടവുകൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. പാഴായി ഒഴുകുന്ന ജലം തുടർച്ചയായി വിടവുകളിലൂടെ ഇറങ്ങിയാൽ കല്ലുകൾ യോജിപ്പിച്ചിരിക്കുന്ന സുർക്കി നിർമ്മിതം കാലക്രമേണ ഇളകി മാറുമെന്നതാണ് ഫില്ലർ നാശത്തിലാവുമോ എന്നതിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്നത്. അതിനാൽ പാലത്തിലെ പൈപ്പ് ലൈനിലൂടെ കുടിവെള്ളം പാഴാവുന്നത് പരിഹരിക്കുവാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകണമെന്നും അതിലൂടെ പാലം സംരക്ഷിക്കണമെന്നുമാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ഓപ്പറേഷൻ തൂഫാൻ 1 മില്യൺ ഗോൾ ചലഞ്ചിന്റെ ഭാഗമായി തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. തങ്കമണി പോലീസ് സബ് ഇൻസ്പെക്ടർ PD സേവ്യർ മത്സരം ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ആവേശം ലഹരിവിരുദ്ധ പോരാട്ടമാക്കി മാറ്റാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ 1 മില്യൺ ഗോൾ ചലഞ്ചിന്റെ ഭാഗമായാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരം തങ്കമണി പോലീസ് SI സേവ്യർ PD ഉദ്ഘാടനം ചെയ്തു. 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളെ ഡിവിഷൻ തിരിച്ചും കൂടാതെ NCC, ലിറ്റിൽ കൈറ്റ് സംഘടനകളിലെ കുട്ടികൾക്കായി പ്രത്യേക മത്സരങ്ങളുമാണ് നടത്തിയത്. മത്സരങ്ങളിൽ വിജയികളായ ടീമുകൾക്ക് ട്രോഫികളും വിതരണം ചെയ്തു. SI ബിജു ബേബി, എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ജോൺ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ബിനു ജോസഫ്, ഹെഡ്മാസ്റ്റർ മധു K ജെയിംസ്, സീനിയർ അസിസ്റ്റന്റ് ബിജു തോമസ്, സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, സോഷ്യൽ സർവീസ് ക്ലബ് കോർഡിനേറ്റർ ബിനോയ് വർഗീസ്, കായിക അധ്യാപകൻ ഫ്രാങ്ക്ലിൻ ബി ഷാജി, ജോബി ജോസഫ്, ജിഷ്മോൻ ജോൺ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗം ഇല്ലാത്തത് രോഗികളുടെ ജീവന് ഭീഷണിയാകുന്നു. മതിയായ ചികിത്സ സമയത്ത് ലഭിക്കാതെ കഴിഞ്ഞ കുറച്ചു നാളുകൾക്കുള്ളിൽ 100-ലധികം പേരാണ് ഇവിടെ മരണപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശി 39 വയസ്സുള്ള ബിനു S ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞിരുന്നു. ആരോഗ്യവകുപ്പ് വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആശുപത്രിയിലെ ജീവനക്കാരനും തിരുവനന്തപുരം സ്വദേശിയുമായ ബിനു S ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പനിയെ തുടർന്നായിരുന്നു ചികിത്സ തേടിയത്. മരുന്ന് വാങ്ങി വീട്ടിലെത്തിയതിന് പിന്നാലെ ബിനുവിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകുന്നതിനിടെ ബിനു മരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നവരെ സാധാരണ കോട്ടയം, എറണാകുളം മെഡിക്കൽ കോളേജുകളിലേക്കാണ് റഫർ ചെയ്യുന്നത്. ഇത്തരത്തിൽ ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ നിരവധി രോഗികൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടർമാർക്കായി 2 പോസ്റ്റുകളാണുള്ളത്. എന്നാൽ ഇതിലേക്ക് നിയമനം നടത്തിയിട്ടില്ല. ഇതിനു പുറമെ കാർഡിയോളജി ICU, കാത്ത് ലാബ്, OP എന്നിവ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി. ആരോഗ്യവകുപ്പ് വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. അതേസമയം മെഡിക്കൽ കോളേജുകളിലെ സമ്പൂർണ്ണ പരിഷ്കാരം സംബന്ധിച്ച ആരോഗ്യവകുപ്പ് സർക്കുലറിൽ വിവിധ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഡോക്ടറെ വീണ്ടും കാണാതെ 6 മാസം വരെ ഫാർമസിക്ക് മരുന്ന് നൽകാം എന്നാണ് സർക്കുലറിൽ പറയുന്നത്. ഗുരുതര പരിക്കേറ്റവർക്ക് 5 മിനിറ്റിനുള്ളിൽ ചികിത്സ ആരംഭിക്കണം. രോഗികളോടും കൂട്ടിരിപ്പുകാരോടും മാന്യമായി പെരുമാറണം. ശുചിമുറികൾ ഓരോ മണിക്കൂറിലും വൃത്തിയാക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സർക്കുലറിലുള്ളത്. നിർദ്ദേശങ്ങൾ 100 ദിവസത്തിനകം നടപ്പിലാക്കണമെന്നും വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്.
ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSc കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies. Near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862 222 916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ബിടെക് കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം. അച്ചയൻസ് ഗോൾഡ്. 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിലൊരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
വാർത്തകൾ തുടരുന്നു. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. കൂട്ടാറിൽ 3 വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ കാറ്റാണ് കരുണാപുരം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അനുഭവപ്പെട്ടത്. മരം വീണ് വ്യാപക കൃഷിനാശവും സംഭവിച്ചു. ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശിയിരുന്നു. കാട് മൂടി ഭൂമിയാങ്കുളം സ്റ്റേഡിയം. കളിക്കാനിടമില്ലാതെ കുട്ടികൾ. ടർഫ് പദ്ധതി കടലാസിൽ മാത്രം ഒതുങ്ങി. ഇതോടെ സ്റ്റേഡിയത്തിന് ഭീഷണിയായ കാടുപടലങ്ങൾ വെട്ടിമാറ്റി കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ പഞ്ചായത്ത് തയ്യാറാവണമെന്ന് ആവശ്യം ശക്തമായിരിക്കുകയാണ്. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാംകുളം സ്റ്റേഡിയം കാടുകയറി നശിക്കുന്നതിനിടെ കളിക്കാൻ പോലും ഇടമില്ലാതെ കുട്ടികളും യുവാക്കളും ദുരിതത്തിൽ. ഒരു കാലത്ത് പ്രദേശത്തെ കായിക പ്രേമികളുടെ പ്രധാന ആശ്രയമായിരുന്ന സ്റ്റേഡിയത്തിന്റെ വലിയൊരു ഭാഗം ഇന്ന് കാടുമൂടി ഉപയോഗശൂന്യമായിരിക്കുകയാണ്. ഗ്രൗണ്ടിന്റെ വിസ്തീർണം ഗണ്യമായി കുറഞ്ഞതോടെ സീനിയർ താരങ്ങൾ പരിശീലനത്തിനെത്തുമ്പോൾ സ്ഥലപരിമിതി മൂലം കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പലപ്പോഴും കുട്ടികൾ ഈ സമയങ്ങളിൽ ഗ്രൗണ്ടിന് പുറത്തേക്ക് മാറി നിൽക്കേണ്ടി വരുന്നതായും നാട്ടുകാർ പറയുന്നു. ഇവിടെ മാത്രമേ കുറച്ച് കളിക്കാൻ പറ്റുന്നുള്ളൂ. വന്നാണെങ്കിൽ കളി നടക്കുന്നില്ല. തരുവാണെങ്കിൽ അത്ര നല്ലത്. അത്ര ഉപകാരം. മുൻപ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് ഇവിടെ ആധുനിക ടർഫ് കോർട്ട് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ ശേഷവും വിഷയത്തിൽ ഡിവിഷൻ മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഭൂമിയാംകുളം ടൂറിസം കേന്ദ്രമായിട്ടുകൂടി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രദേശം അവഗണിക്കപ്പെടുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാടുമൂടിയ ഭാഗങ്ങളിൽ ഇടജന്തുക്കളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ കുട്ടികളുടെ സുരക്ഷയും ആശങ്കയിലായി. കളിക്കിടെ പന്ത് കാട്ടിലേക്ക് തെറിച്ചു പോകുമ്പോൾ അത് എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് വലിയ അപകട സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ലഹരി ഉപയോഗം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും യുവാക്കളെ കായിക രംഗത്തേക്ക് ആകർഷിക്കണമെന്ന് എക്സൈസ്, പോലീസ് വകുപ്പുകൾ ഉൾപ്പെടെ സ്കൂളുകളിൽ പ്രചാരണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വാഴത്തോപ്പിലെ കുട്ടികൾക്ക് കളിക്കാൻ പോലും സൗകര്യമില്ലാത്തത്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കായിക പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ കളിസ്ഥലം സംരക്ഷിക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനാസ്ഥ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എല്ലാ പ്രായക്കാരായ കായിക താരങ്ങൾക്കും ഒരേ സമയം പരിശീലനവും മത്സരങ്ങളും നടത്താൻ കഴിയുന്ന വിധത്തിൽ സ്റ്റേഡിയം വികസിപ്പിക്കണമെന്നും കാടുവെട്ടി ഗ്രൗണ്ടിന്റെ പഴയ വിസ്തീർണം പുനഃസ്ഥാപിക്കണമെന്നും ടർഫ് പദ്ധതി അടിയന്തരമായി നടപ്പാക്കണമെന്നും നാട്ടുകാരും കായിക താരങ്ങളും ആവശ്യപ്പെട്ടു. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, റോയ് കെ പൗലോസ് MLA എന്നിവർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കായിക താരങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം ഇടമലക്കുടി ട്രൈബൽ കോളനി റോഡ് പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓൾഡ് ആലുവ മൂന്നാർ റോഡ് ആക്ഷൻ കൗൺസിൽ NK പ്രേമചന്ദ്രൻ MPയെ നേരിൽ കണ്ട് നിവേദനം നൽകി. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ട്രൈബൽ വകുപ്പ് മന്ത്രിയുടെയും മുന്നിൽ വിഷയം അവതരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് MPക്ക് നിവേദനം കൈമാറിയത്. കോതമംഗലം ഇടമലക്കുടി ട്രൈബൽ കോളനി റോഡ് പദ്ധതി നടപ്പിലാക്കണമെന്ന് കാണിച്ച് ഓൾഡ് ആലുവ മൂന്നാർ റോഡ് ആക്ഷൻ കൗൺസിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ട്രൈബൽ വകുപ്പ് മന്ത്രിക്കും നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു. അതേ തുടർന്ന് കേന്ദ്ര ട്രൈബൽ മന്ത്രാലയം ഈ റോഡിന്റെ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന ട്രൈബൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ട്രൈബൽ ഡയറക്ടർ ഈ റോഡിനെ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്ന് കാണിച്ച് അടിമാലി, മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർമാർക്ക് കത്തുകൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോതമംഗലം ഇടമലക്കുടി ട്രൈബൽ കോളനി റോഡിന്റെ സാധ്യതകളെപ്പറ്റി വളരെ വിശദമായ അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ റിപ്പോർട്ടുകളും മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ റിപ്പോർട്ടും ട്രൈബൽ വകുപ്പ് ഡയറക്ടർക്ക് നൽകുകയും തുടർന്ന് സംസ്ഥാന ട്രൈബൽ വകുപ്പിലെ ഫയലുകൾ പ്രകാരമുള്ള റിപ്പോർട്ടുകളാണ് കേന്ദ്ര ട്രൈബൽ വകുപ്പിലേക്ക് നൽകിയിരുന്നത്. കോതമംഗലത്ത് നിന്നും ഓൾഡ് ആലുവ മൂന്നാർ PWD റോഡ് വഴി ഇടമലക്കുടി ട്രൈബൽ മേഖലയിലേക്ക് ഒരു റോഡ് പദ്ധതി ഉണ്ടായാൽ ഏറ്റവും വളരെ കുറഞ്ഞ ദൂരത്തിലും കോതമംഗലത്ത് നിന്നും ഇടമലക്കുടി ട്രൈബൽ മേഖലയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്.
വിഷയം കേന്ദ്ര ട്രൈബൽ മന്ത്രാലയത്തിനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭുവനേന്ദ്ര യാദവിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ NK പ്രേമചന്ദ്രൻ MPയെ നേരിൽ കണ്ട് ഓൾഡ് ആലുവ മൂന്നാർ റോഡ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ നിവേദനം നൽകി. പ്രസിഡന്റ് ഷാജി വയ്യാനിക്കൽ, രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റ്, ഫാദർ ജോസ് ചിരപ്പറമ്പിൽ, ജനറൽ കൺവീനർ KS ഗോപിനാഥൻ, ജോസഫ് വടാട്ടുപാറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തൊടുപുഴ ബാറിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് MS വിനയരാജിനെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചു. ജില്ലയിലെ വിവിധ കോടതികളിലെ അഡീഷണൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിൽസായി അഡ്വക്കേറ്റ് കൃഷ്ണചന്ദ്രൻ, അഡ്വക്കേറ്റ് ഗിരിമോൻ TN, അഡ്വക്കേറ്റ് അരുൺകുമാർ A, അഡ്വക്കേറ്റ് അനൂപ് ശശി, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, അഡ്വക്കേറ്റ് മായ S, അഡ്വക്കേറ്റ് സുധാകരൻ KR എന്നിവരെയും നിയമിച്ചു. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ അഫയേഴ്സ്, ജുഡീഷ്യൽ സെക്ഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടേതാണ് ഉത്തരവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് കൗൺസിലും യാത്രയപ്പും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം പൂയംകുട്ടിക്ക് സമീപം പൂപ്പാറയിൽ കാട്ടാന കിണറ്റിൽ വീണു. കാട്ടാനയെ കരയ്ക്കെത്തിച്ച് വനത്തിലേക്ക് തുറന്നുവിടുമെന്ന വനം വകുപ്പ് അധികൃതരുടെ നിലപാടിനെതിരെ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ബ്രിട്ടീഷ് നിർമ്മിത വണ്ടിപ്പെരിയാർ പഴയ പാലത്തിന്റെ പില്ലർ നശിക്കുമോ എന്ന ആശങ്ക. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗം ഇല്ലാത്തത് രോഗികളുടെ ജീവന് ഭീഷണിയാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.